ഓ ഞായറാഴ്ച ആയിട്ട് ഒരു മനുഷ്യനെ കാണലല്ലോ. ശരിയാണ്ടാ, ഞായറാഴ്ച ഒരു മനുഷ്യനെ കാണാനില്ല. എന്താന്ന് വെച്ചാലേ നോമ്പിന്റെ സീസൺ അല്ലേ, എല്ലാരും പെരയിൽ കെട്ടിയിരിക്കും. എന്താ ചൂട്? ചൂട് ഭയങ്കര തന്നെ. പക്ഷെ ഇതൊന്നല്ലടോ ചൂട്, പാലക്കാട് ചൂട്. എന്താ ചൂട്, പുറത്ത് ഇറങ്ങാനേ പറ്റൂല. ആ മാതിരി ചൂട്. ചൂടെന്ന് പറഞ്ഞാലേ ഭയങ്കര ചൂട്. എന്റെ അമ്മയുടെ വീട് ഇവിടെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കണേ. ഇനി ഞാൻ മഴക്കാലമായിട്ടേ ഞാൻ നാട്ടിലേക്ക് പോകുള്ളൂ. പക്ഷെ നല്ല സാധനമാണല്ലോ പാലക്കാട്. പാലക്കാട് എന്ന് പറഞ്ഞാൽ ഇതുപോലെയല്ല, ഉത്സവങ്ങള് ആഘോഷങ്ങള് എന്തോ ഒരു ആളായിരിക്കും അറിയാമ്മ. രാവിലെ പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. ഇതുപോലെ ഒരു മനുഷ്യനെ കടത്ത് നല്ലൊന്നുമല്ല, നല്ല സ്നേഹമുള്ളവര്, ചന്തമുള്ളവര്. എന്താ സ്ഥലം, എന്നാലും ഒരു മനുഷ്യനെ കാണില്ലല്ലോ. അതാണ് എനിക്കാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാത്തോണ്ടേ കൈയും കാലും വിറയോട് വിറ. ആ ഞാനെനിക്ക് ഹെൽപ്പിംഗ് മെന്റാലിറ്റി കൂടുതലുള്ള ആളാണല്ലോ, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ആ ചേട്ടന്റെ പെട്രോൾ ഇരുന്നോ ചേട്ടാ, നമുക്കിത് പോയി ഹെൽപ്പ് ചെയ്താലോ? നിനക്കത് വേറെ വള്ളി പിടിക്കണോ? എന്താണോ നീ ഇങ്ങനെ പറയുന്നത്? ഒരു പാവം നമ്മളായാലും റോഡിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ആരും വന്ന് സഹായിക്കണ്ടേ? നമുക്ക് പോയി ശരിയാക്കി കൊടുക്കാം. ഒരു മെക്കാനിക് അല്ലേ, നമുക്ക് എന്താന്ന് വെച്ച് നോക്കാനേ. എന്താ ചേട്ടാ പറ്റിയ പെട്രോൾ തീർന്നാ? വണ്ടി സ്റ്റാർട്ടാവല്ല. വണ്ടി സ്റ്റാർട്ടാവല്ലേ? സ്റ്റാർട്ടാവുള്ളത് അതൊക്കെ നിസ്സാര പ്രശ്നമുള്ളൂ, അതൊക്കെ നമുക്ക് റെഡിയാക്കാന്നേ. ആ താക്കോല്ലാണ്ടാണ് എങ്ങനെ സ്റ്റാർട്ട് ആവുന്നത് ചേട്ടാ? താക്കോല് ഇവിടെ മിസ്സായി പോയി. താക്കോല് മിസ്സായി പോയാ? മിസ്സായി പോയി. ഇപ്പൊ ചേട്ടന് സ്റ്റാർട്ട് ചെയ്ത് പോണം. കുഴപ്പമില്ല, ദൈവ മെക്കാനിക്ക് ഇങ്ങോട്ട് ഇറങ്ങി നോക്കാന്നേ. നിസ്സാര സംഭവമല്ലോ, ഒന്ന് നോക്കിയടാ. ശരിയാവോ? നിന്റെ ആ വയറ് പൊട്ടിച്ചിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അതും ചെയ്ത് നോക്കിയേ. ഇത് പിടിച്ചേ. നോക്കിയൊന്ന് നോക്കി. ഞാൻ പറഞ്ഞില്ലേ ഇവന്റെ മെക്കാനിക്ക് നല്ല മെക്കാനിക്ക്, പണിക്കൊന്നും പോകില്ലെന്നുള്ളൂ, പണിയെല്ലാം അറിയാ. ഓക്കെ അല്ലേ? ഓക്കെ, ഒന്നും പേടിക്കാനില്ല ചേട്ടാ, ധൈര്യമായിട്ട് പോക്കാ. പാലക്കാട് വരുമ്പോ വിളിക്ക്, എന്റെ വീട് പാലക്കാടാ. ഓക്കെ കേട്ടാ? ഇപ്പൊ എങ്ങനെയുണ്ട്? നമ്മളൊരാളെ സഹായിച്ചപ്പോ എന്തൊരു സന്തോഷം മനസ്സില് കണ്ട, കൈയുടെ ബെറയിലും മാറി. എന്താ പോക്ക്, അവന് സന്തോഷം. അതാണ് ഞാൻ പറഞ്ഞത്, ഹെൽപ്പിംഗ് മെന്റാലിറ്റി എല്ലാവർക്കും വേണം. കുഴപ്പമില്ല, നീ പറഞ്ഞാലോണ്ട് നമുക്കത് ചെയ്തു. കുഴപ്പമില്ല. എന്താ നോക്കണേ? ഒരു വണ്ടി ഇരിപ്പുണ്ടായില്ല, ഒരു CB സെഡ് അല്ലേ? അതിന്റെ താക്കോല് കാണാണ്ട് ഞങ്ങളെല്ലാം നന്നാക്കി വിട്ടത്. താക്കോലല്ലേ എന്റെ വണ്ടിയാ. അത് ശരി. ചേട്ടൻ എന്ത് മനുഷ്യനാ, ഒരാളുടെ വണ്ടിയുടെ താക്കോൽ എടുത്തിട്ട് പോയാ? എന്റെ വണ്ടി ഞാൻ കടയിൽ പോകാൻ വേണ്ടി ഇവിടെ വെച്ചോണ്ട് പോയതാ. ചേട്ടന്റെ വണ്ടിയാ? അത് അയാളുടെ വണ്ടിയാന്നുള്ള പറഞ്ഞേ. ഇത് എന്റെ വണ്ടി, താക്കോലുണ്ടല്ലേ? ഏത് എന്റെ വണ്ടി? അത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ചേട്ടാ. ഇല്ലാന്നേ. അല്ല ചേട്ടാ പേടിക്കണ്ട, എല്ലാത്തിനും പരിഹാരമുണ്ട്. ഒരു മിനിറ്റ് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. അതെ, നമ്മൾ പെട്ടെന്നാണ്ടാ തോന്നുന്നത്. പാലക്കാടാണെങ്കിൽ ഇതുപോലെ പെടൂലായിരുന്നു. 10 എടുക്കേണ്ട വരും. എന്തിനാ ഞാൻ നിന്റെ ഐഡിയല്ലേ? എന്റെ ഐഡിയയില് നീയല്ലേ നന്നാക്കി വിട്ടത്. ഞാൻ പറഞ്ഞപ്പോ തന്നെ വയറ് വിട്ട് മുടിച്ച് അവനെ പറഞ്ഞു വിട്ടില്ലേ? കാശ് പോയാ? എന്നിട്ട് ഒരാൾ കല്ലാണോ എന്നൊന്ന് ചിന്തിച്ച് നോക്കണ്ടേ? ഞാനങ്ങനെ പലതും പറയുന്ന വിചാരിച്ച് ഒരു പണിയാ, ഒരു 10,000 കൊടുത്ത തീരുമെന്ന് നോക്കാം. സംസാരിച്ചു നോക്ക് ചേട്ടാ. ചെറിയൊരു അബദ്ധം പറ്റി. അവന്റെ പൂ കണ്ടിട്ട് അവൻ ചീറി പാഞ്ഞാണ് പോയണേ. ഒരു തിരുവനന്തപുരത്ത് എത്തിക്കാണും അല്ലേ? പിന്നെ ഞങ്ങളൊരു ഐഡിയ കണ്ടിട്ടുണ്ട്. CB സെഡ് പഴയത് എന്ത് വില വരും? എന്റെ വണ്ടിക്ക് വില പറഞ്ഞതാ. അല്ല അതല്ല ഞാൻ പറഞ്ഞത്, എന്തായാലും വണ്ടി പോയി. ഒരു 10,000 രൂപ തരാം, അല്ലെ സെറ്റിൽ ചെയ്യാൻ പറ്റുമോ? എനിക്ക് എന്റെ വണ്ടി വൈകുന്നേരത്തിനോട് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ അച്ഛന് കാണിച്ചിട്ട് പട്ടികളെ. അതെ, എന്ത് മനുഷ്യനാടോ ഇവിടെ ഉള്ളൊരു ഒരു ഉപകാരം ചെയ്യാനും പറ്റില്ല. ഇപ്പൊ ഒരു ആശ്വാസം തോന്നണ്ടോ? ഇപ്പൊ ചെറിയൊരു ആശ്വാസം തോന്നുന്നു. പക്ഷെ പാലക്കാട് ഇത്ര ആശ്വാസമില്ല. പാലക്കാടാണെങ്കിൽ കുറച്ചും കൂടി കിട്ടും. അതെ.